അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ സാധാരണ ഇതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയോ പോലീസ് ഇടപെടലുകളിലെ പോരായ്മകളോ വീഴ്ചയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള വിമർശനങ്ങളായി ഉയർന്നു വരുമ്പോൾ സാധാരണ നിലയിൽ മുഖ്യമന്ത്രി പ്രതിരോധ വാദമായി ഉന്നയിക്കാറുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ്. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഉയർന്നു വന്ന വിമർശനങ്ങളൊക്കെ താങ്കൾക്കറിയാമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടി വരുന്നു എന്നുള്ളതല്ലേ കേരളത്തിൻ്റെ അനുഭവം? ഇപ്പോൾ ഈ കേസിൽ തന്നെ പോലീസിന് എടുക്കാൻ കഴിയുന്നത്, അതായത് പോലീസിന് ആ നാടിനെ കുറിച്ചറിയാം, ഈ കുറ്റവാളിയെക്കുറിച്ചറിയാം, അയാൾക്ക് ഈ കുടുംബത്തോടുള്ള പകയെക്കുറിച്ചറിയാം, അയാൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്താണെന്നറിയാം, പോലീസുകാരോടുള്ള അയാളുടെ പെരുമാറ്റം എന്താണെന്നറിയാം, ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടായിരുന്നു, നിയമം എന്താണെന്നറിയാം. ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ഒരു സേന എന്തുകൊണ്ടാണ് ആ സമയത്ത് കൃത്യമായി ഇടപെടാതിരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണല്ലോ. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച ആ നിലയ്ക്ക് കേരളത്തിൽ കൂടി വരുന്നു. പലയിടങ്ങളിലും ഇതുപോലെ പോലീസിനെതിരെ പരാതി ഉണ്ടാകുന്നു. വലിയ സെലിബ്രിറ്റികൾ പരാതിപ്പെടുമ്പോൾ നടപടി ഉണ്ടാവുകയും സാധാരണക്കാരായ ആളുകൾക്ക് നീതി കിട്ടുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നു. അതിൽ പെടുന്ന ഒന്നല്ലേ ഈ സംഭവം, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? ഗോപികൃഷ്ണൻ, ഇതിലെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വേണം ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താൻ. കാര്യം അതിവൈകാരികമായിട്ടുള്ള ഒരു വിഷയത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ കേരള പോലീസിൻ്റെ മൊറയിൽ തകർക്കുകയോ കേരള പോലീസിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും ആക്രമിക്കണമെന്ന രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം പോലീസ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ പോലീസ് 2019 ഒരു കൊലക്കേസിൽ അകപ്പെട്ട പ്രതി 2021 വരെ ജാമ്യം ലഭിക്കാതിരിക്കുകയും ജാമ്യം ലഭിച്ചിട്ടും തൻ്റെ വീടിൻ്റെ അടുത്തേക്ക് കടന്നു കയറാൻ കഴിയാത്ത തരത്തിൽ ജാമ്യ വ്യവസ്ഥ കർശന ഉപാധികളോടെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ജാമ്യ ഹർജികളിന്മേൽ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഒരു 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ പ്രതിക്ക് നിയമപരമായി ജാമ്യം ലഭിക്കുന്നതിന് അർഹതയുള്ള, കൊലക്കേസ് പ്രതിക്ക് അർഹതയുള്ളൊരു രാജ്യത്താണ്. 2019 അകത്തായ പ്രതിയെ 2021 വരെ ജാമ്യം ലഭിക്കാതിരിക്കുകയും തുടർന്ന് ജാമ്യ വ്യവസ്ഥ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഹർജികളിന്മേൽ നിശിതമായി എതിർത്തു എന്നുള്ള വസ്തുതയും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു. അതായത് ഒരു ഒറ്റ മിനിറ്റ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അതായത് താങ്കൾക്ക് അറിയാമായിരിക്കും ഒരുപക്ഷെ 2022 നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്ന ഉപാധിയോടെയാണ് ചെന്താമരയ്ക്ക് കോടതി ജാമ്യം കൊടുത്തത്. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ജാമ്യ ഇളവ് ചുരുക്കി. പ്രതി ഈ ഉപാധി ലംഘിച്ച് പഞ്ചായത്തിൽ വരികയും അവിടെ താമസിക്കുകയും ചെയ്തു. ഇത് പോലീസിന് അറിയാമായിരുന്നു, ഈ കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചില്ല എന്ന ഒരു കുഴപ്പം കൂടി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഇതിൽ. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഒരുപക്ഷെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ചില പാളിച്ചകൾ അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ അതിലെ പാളിച്ചകളിലേക്ക് വരാം. പക്ഷേ പോലീസ് എടുത്തിട്ടുള്ള നടപടിയെ, ആ പർട്ടിക്കുലർ കേസിൽ ചെന്താമര പ്രതിയായിട്ടുള്ള കേസിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടിയെ അഭിനന്ദിക്കേണ്ട നിങ്ങൾ അതിനെ വിമർശിക്കുമ്പോൾ വസ്തുതകൾ കൂടി പറയണം. കാരണം ആ കേസിൽ ഒരു പ്രതിക്ക് ജാമ്യം ജാമ്യം നൽകിയ ഭാഗത്ത് ഒരു കാര്യം കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് കണ്ടീഷൻ, അതായത് on going through the report of the SHO concerned, it is seen that the accused and the relatives of the victims are residing within the same locality within the limits of Nenmara police station. If the condition number 3 is lifted, there is possibility of serious threat to the life of the petitioner and other law and order issues in the locality എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറയുന്നു, in these circumstances condition number 3 in the order dated 24/5/2022 stands modified. The petitioner shall not enter into the limits of Nenmara Panchayat until the conclusion of trial എന്നാണ്. അതായത് ഇതിലെ ട്രയൽ പൂർത്തിയാകുന്നത് വരെ നെന്മാറ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇയാൾക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ കടന്നതിൽ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒന്ന്, ആ ബെയിൽ കണ്ടീഷൻസ് മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന് ശേഷം ചെന്താമരൻ ഈ പറയുന്ന പഞ്ചായത്തിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ജാമ്യം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ നടപടി പോലീസ് എടുക്കണമായിരുന്നു. മാത്രമല്ല, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 398 വകുപ്പ് പ്രകാരം
നിശ്ചയമായും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന് അർഹതയുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളവരിൽ പലരും ഈ കേസിലെ സാക്ഷികളായിരിക്കും. ആ സാക്ഷികളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി പോലീസിനുണ്ട്. അത്തരത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നതിനും വിമർശിക്കുന്നതിനും എനിക്കൊരു മടിയില്ല. പക്ഷേ ഇത്ര കാലത്തോളം ആ പ്രതിക്ക് ജാമ്യം ലഭിക്കാതിരിക്കുകയും ആ ജാമ്യാപേക്ഷകളിന്മേൽ ശുഷ്കാന്തിയോടുകൂടി എതിർക്കുകയും ചെയ്ത പോലീസിനെ നിങ്ങൾ അഭിനന്ദിക്കേണ്ട. അവരുടെ പ്രവൃത്തിയാണ്, അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിലെങ്കിലും അതിനെ കാണണം എന്നൊരു അപേക്ഷ മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. നമുക്ക് പലപ്പോഴും ഒരു കേസിൻ്റെ സ്വഭാവം എടുത്തു വെച്ചുകൊണ്ട് ആ കേസിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ ഒരു വർഷം 1500 മുതൽ 2000 ക്രൈം വരെ രജിസ്റ്റർ ചെയ്യപ്പെടും. അപ്പോൾ ആ 2000 ക്രൈമിലെയും പ്രതികളെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പോലീസിന് നോക്കിക്കാണുക. പോലീസ് അവരുടെ എല്ലാം മാനസിക നിലവാരം, അവരുടെ മനോനില അളക്കുന്ന ഏതെങ്കിലും വിദഗ്ധമായ ഏതെങ്കിലും ഒരു ഉപാധി കണ്ടെത്തിക്കൊണ്ട് പോലീസിന് ചെയ്യണം എന്ന് വാശി പിടിച്ചാൽ അതിനെ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. പോലീസിന്റെ ഈ നിഷ്ക്രിയത്വം കൊണ്ട്, ഈ വീഴ്ച കൊണ്ട് 2 കുട്ടികൾ അനാഥരാക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മയും ഒരേ ആളുടെ കൊലക്കത്തിക്ക് ഇരയാക്കി ആയിരിക്കുകയാണ്. അതും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങി വന്ന് പക തീർക്കാൻ വേണ്ടി വീണ്ടും അച്ഛൻ അയാളുടെ കൊലക്കത്തിക്ക് ഇരയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളെ എങ്ങനെയായിരിക്കും ആ വളർന്നു വരുന്ന കുട്ടികൾ കാണുക? എന്ത് സുരക്ഷിതത്വ ബോധമായിരിക്കും ആ കുട്ടികൾക്ക്, ഒരു സ്റ്റേറ്റിന്, ഒരു ഗവൺമെന്റിന് ആ കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണുള്ളത്? ഇപ്പോൾ ഇതൊരു പിടിച്ചുപറി കേസല്ല, ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരു കേസല്ല. 2 കുട്ടികൾ അനാഥരാക്കപ്പെട്ടിരിക്കുന്നു. അല്ല ഗോപീഷ്ണൻ, ഇതിൽ ഓരോ വ്യക്തികളുടെയും മാനസിക നിലവാരം, തയ്യാറെടുപ്പുകളും തിരിച്ചറിയുന്നതിന് പോലീസിന് പലപ്പോഴും കഴിയാറില്ല. അത് പോലീസിനെന്നല്ല, ഒരു വ്യക്തി ഭ്രാന്തമായ ഒരു മാനസിക നിലവാരത്തിൽ പ്രതികാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചെന്താമരൻ. അപ്പോൾ സ്വാഭാവികമായി നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ അതൊരു ഭ്രാന്താണ് എന്ന് ഞാനിപ്പോൾ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് ആ പ്രതിക്ക് ഈ കേസിൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അങ്ങനെ പോലും ഒരു തരത്തിലുള്ള നിയമപരമായ ആനുകൂല്യവും ചെന്താമരൻ അർഹിക്കുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇതിൽ കാണേണ്ടത്, ഇത് അത്തരമൊരു മനോനിലയിൽ എത്തപ്പെട്ടിട്ടുള്ള പ്രതി കൊലപാതകത്തിനായി തയ്യാറെടുത്തു കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. 29 ഡിസംബറിൽ നൽകിയിട്ടുള്ള പരാതിയിന്മേൽ പോലീസിന് എടുക്കാവുന്ന നടപടി, ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു പ്രതിയെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് വെക്കാനാവില്ല. ഒരു പക്ഷേ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം അനുസരിച്ച് പോലീസ് നടപടി എടുക്കണമായിരുന്നു. അങ്ങനെ എടുത്തില്ല എന്നുള്ള വലിയൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുണ്ട്. ആ വീഴ്ച തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ വേണം പോലീസ് ഇത് വളരെ ലാഘവത്തോടു കൂടി കണ്ട്. പലപ്പോഴും അയൽവീടുകളിലെ തർക്കങ്ങൾ ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് കലാശിക്കുകയും തുടർന്ന് പോലീസിൽ പലപ്പോഴും പരാതികൾ വരികയും ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി പോലീസ് രമ്യതയിലേക്ക് പരിഹരിച്ച് പറഞ്ഞുവിടുകയും ചെയ്യുന്നുള്ള സാഹചര്യങ്ങളിൽ മറ്റു കുറ്റകൃത്യത്തിലേക്ക് പോകാതിരുന്നിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. അത് ഓരോ മണിക്കൂറിലും നാം കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഗോപീകൃഷ്ണൻ, ഞാൻ പലപ്പോഴും പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടല്ല, പോലീസിനെ ഏറ്റവും നഖശികാന്തം എതിർത്തിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ, ഇതിപ്പോൾ ഭരണം മാറി ഞാൻ ഇടതുപക്ഷ ചിന്താഗതി ഉള്ളത് കൊണ്ട് പോലീസിനെ ആകമാനം ന്യായീകരിക്കുന്നു എന്ന് കരുതരുത്. പോലീസിൽ സേനയ്ക്കുള്ളിൽ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, 92ഓളം പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു പോലീസ് സേനയാണ്. അവരുടെ ജോലിഭാരത്തിൻ്റെ കൂടുതൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പിന് പരിഹരിച്ചുകൂടെ എന്ന മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് എന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അതൊരു മാജിക്കൽ വടി കൊണ്ട്, അല്ലെ ഒരു മാന്ത്രിക വടി കൊണ്ട് ഇതെല്ലാം ശരിയാക്കി കളയാൻ കഴിയുന്ന ഒരു സാഹചര്യം. അഡ്വക്കേറ്റ് ബി. നസ്കർ, അവിടെ താങ്കൾ ചെറുതായിട്ട് ഈ സബ്ജക്റ്റിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. അതായത് അഡ്വക്കേറ്റ് ബി. നസ്കർ, ഒരു രോഗി മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട്, ഡോക്ടറുടെ അനാസ്ഥ കൊണ്ട്, ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് ഒരു രോഗി മരിക്കാനിടയായാൽ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ സർക്കാർ ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അവരുടെ ഡ്യൂട്ടി സമയം എന്ന നിലയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതാര് ഭരിക്കുന്നതാകട്ടെ, ഈ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടുത്തെ ഓരോ പൗരനും സുരക്ഷിതരാണെന്നും അവർക്ക് നിയമത്തിൻ്റെ സംരക്ഷണമുണ്ടെന്നും അവർക്കെതിരെ വരുന്ന ഏത് ആക്രമണത്തെയും, അവരുടെ സ്വത്തിനും ജീവനും അപകടം വരുന്ന ഏത് സാഹചര്യത്തെയും നേരിടാൻ ഒരു സംവിധാനം നമുക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ
കാലാളുകളും കയ്യാളുകളുമാണ് ഈ പോലീസ് സേനയടക്കമുള്ള ആളുകൾ. അപ്പോൾ സേനയ്ക്കകത്തെ പ്രശ്നങ്ങൾ അത് സർക്കാർ പരിഹരിക്കേണ്ടതാണ്. അതൊന്നും കേരളത്തിലെ പൊതുജനം അറിയേണ്ട കാര്യമല്ല. പൊതുജനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ, ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടോ, അന്യൻ്റെ വാക്കത്തിക്ക് ഇരയാകാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ, സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്നുണ്ടോ, ഇതാണ് ഒരു ഗവൺമെൻറ് ഉറപ്പുവരുത്തേണ്ടത്. അവിടെയാണ് ഈ വീഴ്ചയ്ക്ക്, ഈ നിഷ്ക്രിയത്വത്തിൻ്റെ പേരിൽ കുട്ടികൾ അനാഥരാക്കപ്പെട്ടത്. അതുകൊണ്ട് ദിസ് ഈസ് എ കേസ് ദാറ്റ് ഈസ് മച്ച് മോർ സീരിയസ് ദാൻ എനി അതർ കേസസ് ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ആ നിലയിൽ പരിഗണിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഇത് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പലരും വിമർശിക്കുന്നു, എന്തിനാണ് ആ കുട്ടിയെ കാണിച്ചത്, എന്തിനാണ് ആ കുട്ടിയുടെ കരച്ചിൽ, നിങ്ങൾ റേറ്റിംഗ് കൂട്ടാനാണോ, നിങ്ങൾ ആളുകളെ കാണിക്കാനാണോ? ആ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ നിന്നല്ലേ ഇത് എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്.